SIO സംസ്ഥാന സമിതിയായിരുന്നു കേരള വിദ്യാഭ്യാസ കോൺഗ്രസിന്റെ സംഘാടകർ. വിദ്യാഭ്യാസ രംഗത്തെ ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ചർച്ചകൾ കോൺഗ്രസിൽ നടന്നു. വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ, പാഠ്യപദ്ധതി പരിഷ്കരണം എന്നിവയടക്കം നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. കോൺഗ്രസിനോടനുബന്ധിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകർ പങ്കെടുത്ത മാധ്യമ സെമിനാർ നടന്നു. കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ കൈയടക്കിയതോടെയാണ് കച്ചവട താൽപര്യങ്ങൾക്കൊപ്പം മാധ്യമങ്ങൾ മുന്നോട്ടു പോകാൻ ആരംഭിച്ചതെന്ന് മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ. അബ്ദുറഹ്മാൻ പറഞ്ഞു. വിദ്യാഭ്യാസ അവകാശ നിയമം ഏതെങ്കിലും ഒരു സ്കൂളിൽ നടപ്പായിട്ടുണ്ടോ? അത് നടപ്പാക്കണമെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടോ? കേരളത്തിലെ മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് ഇന്ത്യ ടുഡേ എക്സിക്യൂട്ടീവ് എഡിറ്റർ MG രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ പത്രങ്ങൾ എന്നുദിച്ചു അന്ന് തന്നെ വിദ്യാഭ്യാസവുമായിട്ട് ഇതിന് അഭേദ്യമായ ബന്ധം പത്രങ്ങൾക്കുണ്ട്. സംവരണം എന്നുള്ള ആശയത്തിനെ ആദ്യമായിട്ട് മലയാളി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയാണ്. അദ്ദേഹം പറഞ്ഞു. ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ PM മനോജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PP ജെയിംസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നൂപ വൈസ് ചാൻസലർ R ഗോവിന്ദ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SIO സംസ്ഥാന പ്രസിഡന്റ് S ഇർഷാദ്, GIO സംസ്ഥാന പ്രസിഡന്റ് R റുക്സാന തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ വൺ, തിരുവനന്തപുരം.